എല്ലാ കുട്ടികൾക്കും നമസ്കാരം. ഇതുപോലുള്ളൊരു ചടങ്ങിൽ എന്ത് സംസാരിക്കും എന്നൊന്നും എനിക്കറിയില്ല. ഒരുപാട് ഓർമ്മകൾ മാത്രം എനിക്കുണ്ട്. കാരണം 1995 ഞാൻ പർലി സ്കൂളിൽ വന്ന് ടീച്ചറായിട്ട് ജോലി പ്രവേശിക്കുന്നത്. അന്ന് തന്നെയാണ് പല കുട്ടികളും ഇവിടെ 5ാം ക്ലാസ്സിൽ നിങ്ങൾ ഈ പർലി സ്കൂളിൽ വന്നതും. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ വന്നിട്ടുള്ള കുറേ കുട്ടികളൊക്കെ ഇന്നിവിടെയുണ്ട്. എനിക്ക് 30 വർഷം സർവീസ് കഴിഞ്ഞ ഈ കാലയളവിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ സ്കൂളെക്കുറിച്ച് ഉണ്ട്. എന്തായാലും ഇതുപോലുള്ള ചടങ്ങ് പ്രൗഢഗംഭീരമായി നടത്താൻ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ. അതിന് കാണാനും ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ നിരവധി കുട്ടികളാണ്, അല്ലെങ്കിൽ നമ്മുടെ പല തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ നിമിഷം. ഒരുപാട് ഓർമ്മകളുണ്ട്. നമ്മുടെ ഷെഫീറുണ്ട്, സജീവൻ ഉൾപ്പെടെ, അതുല്യ, അങ്ങനെയുള്ള നിരവധി കുട്ടികൾ. നമ്മുടെ കുട്ടിയുടെ പേര് മറന്നുപോയി, പ്രസീത അല്ലേ? യെസ്. അങ്ങനെയുള്ള നിരവധി കുട്ടികളുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഞാൻ എന്ത് വേണമെങ്കിലും ഒരുപാട് കുട്ടികളോട് അന്നത്തെ കാലഘട്ടത്തിലുള്ള ഓർമ്മകൾ പങ്കുവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ മണിക്കൂറുകൾ നീണ്ടുപോകാവുന്ന കാര്യങ്ങളുണ്ട്. അതുല്യൊക്കെ നമ്മുടെ സ്കൂളിലെ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. അന്ന് ഓർമ്മകൾ വരികയാണെങ്കിൽ ഒരുപാട് നല്ല കുട്ടികൾ അന്നൊക്കെ ഒരുപാട് ക്ലാസ്സുകളിൽ പോയി പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ജയന്തി ആണെങ്കിലും ഫൈസലാണെങ്കിലും നൗഷാദാണെങ്കിലും ഒക്കെ ഒരുപാട് മോഹങ്ങളൊക്കെ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നെങ്കിലും നിങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന ഒരുപാട് നന്മകൾ ഞാൻ മനസ്സിലാക്കുകയാണ്. ഇന്നിപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, സാറേ എന്തെങ്കിലും നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മൾക്കോ സഹായിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് വേണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞത്, സംസ്ഥാന കേന്ദ്ര സർക്കാരുകളൊക്കെ നമുക്ക് വാരിക്കോരി പണം തരുന്നുണ്ട്. നമുക്ക് കുട്ടികൾക്ക് ഓടാൻ ചളിയില്ലാത്ത മണ്ണിലൂടെ ഓടാനുള്ള സാഹചര്യങ്ങളുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ട്രാക്കും സിന്തറ്റിക് ട്രാക്കും പൂളും ഒക്കെ നമുക്ക് ലഭിച്ചു. നിങ്ങളൊക്കെ അവിടെ പോയി കഷ്ടപ്പെട്ട് 10 റുപ്യ ഉണ്ടാക്കുമ്പോൾ അതൊന്നും ഇപ്പോൾ നമ്മൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി, എനിക്ക് പേരോർമ്മയില്ല, രാജീവിനോട് പറഞ്ഞു, ഞാൻ വിശ്രമ ജീവിതത്തിൽ ഞാനിങ്ങനെ പല ട്രിപ്പും പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ദുബായിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു, സാർ അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഞാൻ വളരെ സന്തോഷത്തോടെ അത് കുട്ടി അത് പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. എങ്കിലും ഒക്കെ ആണെങ്കിൽ പോലും കഴിഞ്ഞ തവണ ഇതുപോലെ നമ്മുടെ ഒരു തിരികെ എന്നുള്ള ഒരു വലിയ പരിപാടി നടന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വേദനയുണ്ടായത് അവിടെ എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അത് ഓരോ ബ്ലഡിലുള്ളതാണ്. കാരണം അതിലൊരാൾക്ക് മാത്രമേ എൻ്റെയൊക്കെ ഈ ഒരുപാട് വർഷം ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാത്തിനും മുൻപന്തിയിൽ, അസംബ്ലിയിലാണെങ്കിലും ഇതുപോലുള്ള പരിപാടിയാണെങ്കിലും വേറെ എന്ത് പൊതുപരിപാടികളാണെങ്കിലും അതിലൊക്കെ പർലി സ്കൂളിൻ്റെ മുൻപന്തിയിൽ നിന്ന് നമ്മുടെ പർലി സ്കൂളിൻ്റെ പേരും പെരുമയും ഉയർത്തുന്ന ഒരാളാണ് സിദ്ദീഖ് മാഷ്. സിദ്ദീഖ് മാഷ് ഇല്ലാതെ പോയ ആ ഒരു കൂട്ടായ്മയിൽ വന്നപ്പോൾ എനിക്കൊരുപാട് വേദന തോന്നി. കാരണം അദ്ദേഹം എത്ര സംസാരിച്ചാലും മതിവരില്ല നിങ്ങളോട്. കാരണം അത്രമാത്രം സംസാരിക്കാൻ ഇഷ്ടമാണ്, കുട്ടികളോട് വലിയ സ്നേഹമാണ്. ഇതൊക്കെ മാറി അദ്ദേഹം വീട്ടിലിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സംസാരത്തിൽ ഞാൻ പറഞ്ഞ വാക്കുകളായിരുന്നു സിദ്ദീഖ് മാഷെക്കുറിച്ച്. കാരണം അദ്ദേഹം ഇവിടെ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് 100 ടെൻഷനൊക്കെ ആയിട്ട് പല കാര്യങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഒരു അസംബ്ലി നടക്കുകയാണെങ്കിൽ പോലും ഞാൻ എല്ലാ മനസ്സ് മറന്നുകൊണ്ട് ഞാൻ പുറകിൽ പോയി ഇരുന്ന് ചിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളും, മോനമാഷൊക്കെയാണ് അസംബ്ലിയിൽ കണ്ടക്ട് ചെയ്യുന്നത്. സിദ്ദീഖ് മാഷും മോനമാഷൊക്കെ ആണെങ്കിലും മോനമാഷ വളരെ പക്വതയാർന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ സിദ്ദീഖ് മാഷ് വളരെയധികം കുറേ നേരം സംസാരിക്കുക. അപ്പോൾ പല കുട്ടികളൊക്കെ ഇങ്ങനെ മയങ്ങി വീഴും. അപ്പോൾ പറയും, മയങ്ങുന്ന കുട്ടികൾ മയങ്ങിക്കോട്ടെ, ബാക്കി എല്ലാവരും ടീച്ചർമാർ ക്ലാസ്സുകളിൽ കൊണ്ട് ഇരുത്തണം എന്ന് പറയുമ്പോൾ പല കുട്ടികളും ചിലപ്പോൾ കൂവും. അത് ഒരു രസമായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ കൂവുന്ന സമയത്ത് സിദ്ദീഖ് മാഷിൻ്റെ ഒരു വാക്കുണ്ട്, നിങ്ങളൊക്കെ മറന്നു കാണുമെന്ന് എനിക്കറിയില്ല, അയ്യർമാരെ കുറുക്കന്മാരെ നിങ്ങൾ കുറുക്കൽ നിർത്തും എന്നൊക്കെ പറഞ്ഞാൽ സാറിൻ്റെതായിട്ടുള്ള ശൈലിയിലുള്ള വാക്കുകളൊക്കെ ഞാനൊക്കെ പുറകിൽ നിന്ന് അസംബ്ലി നടക്കുന്ന സമയത്ത് പുറകിലായിരിക്കും നിൽക്കുക. ഞാനങ്ങനെ കുറേ ആസ്വദിച്ചിരിക്കും. അതുപോലെ പ്രസംഗത്തിലാണെങ്കിലും കായിക താരങ്ങൾ വിജയിച്ച് വരുമ്പോൾ അവരെ വാതോരാതെ അവരെ പുകഴ്ത്താനും, ചിലപ്പോഴൊക്കെ അസംബ്ലിയിൽ രമേശിൻ്റെ കാലഘട്ടം സിദ്ദീഖ് മാഷ് ഓർക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സിദ്ദീഖ് മാഷ് രമേശിന് 5000 മീറ്ററിൽ സ്റ്റേറ്റ് റെക്കോർഡോടുകൂടി സ്വർണ്ണ മെഡൽ വാങ്ങിച്ച് പർലി സ്കൂളിൽ ആദ്യത്തെ അസംബ്ലിയിൽ വരുമ്പോൾ ഈ കുട്ടികളൊക്കെ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സിദ്ദീഖ് മാഷ് പറഞ്ഞു, ഈ കേരള സംസ്ഥാനത്തെ ഏറ്റവും വേഗതയേറിയ കായിക താരമാണ് രമേശ്വരി എന്ന് പറയുമ്പോൾ
ഞാനിങ്ങനെ പറയും, ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരി 100 മീറ്റർ ഓട്ടം ഒക്കെ ഓടുന്ന കുട്ടികളാണ്. അപ്പോൾ 5000 മീറ്ററിൽ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ സ്പോട്ടിൽ തിരുത്തുകയും ആ കുട്ടികൾക്ക് ആ പറയുന്ന സമയത്ത് അങ്ങനെ ചിരിച്ചു നിൽക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഒരു എന്താ പറയുക, 1,00,000 രൂപ കൊടുത്താൽ പോലും ഇത്രയും സന്തോഷം ആ ഒരു 10-15 മിനിറ്റിനുള്ളിൽ സാറിൻ്റെ പ്രസംഗത്തിൽ നിന്ന് കിട്ടില്ലായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു കാലഘട്ടങ്ങൾ മാറുമ്പോൾ ഇപ്പോൾ അദ്ദേഹം നമ്മളിപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു. സംസ്ഥാന അവാർഡ് പർലി സ്കൂളിന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ദേശീയ അവാർഡ് ഏറ്റവും മഹാനായിട്ടുള്ള വ്യക്തിയിൽ നിന്നാണ് വാങ്ങിച്ചത്. അതായത് ഇനി ഒരാൾക്കും അതുപോലുള്ളൊരു മഹാവ്യക്തിയിൽ നിന്ന് നമുക്കൊരു അവാർഡ് വാങ്ങിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അബ്ദുൽ കലാം ഞാൻ ഏറെ ആരാധിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നിന്ന് ആ അവാർഡ് വാങ്ങിക്കാൻ കഴിയുക എന്നുള്ളൊരു വലിയൊരു കാര്യം. എന്തുണ്ടെങ്കിലും സിദ്ധി മാഷ് എന്നോട് വളരെ രഹസ്യമായി പല കാര്യങ്ങളും ഞങ്ങൾ തമ്മിൽ ഒരുപാട് ചർച്ചകൾ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വലിയൊരു എന്താ പറയുക, എനിക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കാമെന്ന് എനിക്കറിയില്ല. ഒരുപാട് സ്നേഹമായിരുന്നു എനിക്ക് അദ്ദേഹത്തോട്. അദ്ദേഹം ഒരു പ്രാവശ്യം ഇങ്ങനെ ദേശീയ അവാർഡ് കിട്ടിയ സമയത്ത് അവാർഡ് വാങ്ങിക്കാനായിട്ട് പോസ്റ്റ് ഓഫീസിലൊക്കെ പറഞ്ഞു വെച്ചാൽ എന്തെങ്കിലും അവാർഡ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പേപ്പർ വരും, അത് ഹിന്ദിയിൽ എഴുതിയിട്ടുള്ള കവറാണെങ്കിൽ അത് എന്നോട് പ്രത്യേകം പറയണമെന്നൊക്കെ പറഞ്ഞ് അവിടെ പറഞ്ഞു വെച്ചൊരു കാര്യം. ഒരു ദിവസം എന്തോ ഒരു ലെറ്റർ വന്നിട്ട് 2 മണിക്കോ നമ്മളതിൻ്റെ 10 മണിക്കോ ഈ പോസ്റ്റ്മാൻ ഈ വഴിക്ക് വരിക. അദ്ദേഹത്തിന് അതിലൊന്നും നിൽക്കാതെ നേരെ പോയി അവിടുന്ന് കവർ പൊട്ടിച്ച് നോക്കുമ്പോൾ ദേശീയ അവാർഡിന് അംഗീകാരം കിട്ടി എന്നുള്ളതും അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച അധ്യാപകനുള്ള ദേശീയ അവാർഡ് എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഓടി വരികയും അന്നത്തെ സാറിൻ്റെ സ്പ്ലെൻഡർ ബൈക്കായിരുന്നു അത്, സ്റ്റാൻഡൊന്നും ഇടാൻ പോലും സമയമില്ലാതെ മനോജയെ എനിക്ക് കിട്ടിയ അവാർഡ് എന്ന് പറയുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. കാരണം അതൊക്കെ ഒരു എന്താ പറയുക, ജീവിതത്തിൽ ഒരു അധ്യാപകന് കിട്ടാവുന്ന മഹാഭാഗ്യങ്ങൾ ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ അവാർഡ് കിട്ടിയപ്പോൾ ഈ പല കുട്ടികൾക്കും അവാർഡ് കിട്ടി പത്രത്തിലും അല്ലെങ്കിൽ സ്വീകരണ സമയങ്ങളിലൊക്കെ കിട്ടുള്ളൂ. അദ്ദേഹം അവാർഡ് വാങ്ങിക്കാൻ പോയൊരു കാര്യം വലിയ രസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവരെ സാറിന് ദേശീയ അവാർഡ് വാങ്ങിക്കാനായി പോയ സമയത്ത് അവിടെ ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പോയി അവാർഡ് ആയി ബന്ധപ്പെട്ട അവർക്കുള്ള ഹോട്ടൽ, അവർക്കുള്ള വാഹന സൗകര്യങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെൻറ് ആണ് ചെയ്തു കൊടുക്കുക. ആ സമയത്ത് തലേ ദിവസം റിഹേഴ്സൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് അബ്ദുൽ കലാം വരും, പിന്നെ സമയത്ത് ഉപഹാരങ്ങൾ വാങ്ങിക്കുക, അവരൊരു കൂപ്പുകൈ ആണ് നമ്മളോട് കാണിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ അവാർഡ് വാങ്ങിക്കണം പോകണമെന്നാണ്. അപ്പോൾ സിദ്ധി മാഷ് രാവിലെ എണിച്ചു ഈ അവാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധി മാഷിന് ഭയങ്കര ഹരമാണ്. അദ്ദേഹത്തിന് അതിമീത വലിയ സന്തോഷം പറയില്ല. പോണ സമയത്ത് ഞാൻ ഒന്നും വിചാരിക്കരുത് സാർ, നമ്മുടെ കുട്ടികളെല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ്. അദ്ദേഹം ഇൻഷർട്ടൊക്കെ ചെയ്തു, നല്ല അടിപൊളിയായിട്ട് ബെൽറ്റൊക്കെ ധരിച്ച് ഗംഭീരമായിട്ട് സാറ് ആ ഹോട്ടൽ മുറിയിൽ നിന്ന് പോണ സമയത്ത് ഷൂസ് ഇടാൻ മറന്നുപോയി. പുതിയ ഷൂസ് ഇവിടുന്ന് വാങ്ങിയിട്ട് പോയതാണ്, മറന്നുപോയി. കാരണം അവാർഡ് മാത്രമേ ചിന്തയുള്ളൂ. അങ്ങനെ അവിടെ പോയി വാങ്ങിക്കാൻ പോണ സമയത്ത് അവിടെ ഹോളിന് മുമ്പിലുള്ള സെക്യൂരിറ്റി പറഞ്ഞു, നിങ്ങൾ ഷൂസ് ഇടാതെ ഇതിവിടെ കയറ്റില്ല എന്ന് പറഞ്ഞു. ഇനി ഷൂസ് എടുക്കാൻ പോകണമെങ്കിൽ ലോഡ്ജിൽ പോകണം. എന്ത് ചെയ്യുന്നുള്ള ആശയത്തിൽ നിൽക്കുമ്പോഴാണ് സിദ്ദീഖ് മാഷിൻ്റെ ഒരു ബുദ്ധി തെളിഞ്ഞത്. അവിടെ നമ്മുടെ മഹാത്മാഗാന്ധിജി ഇരിക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അതിൽ മഹാത്മാഗാന്ധിജി ചെരുപ്പിട്ടില്ലല്ലോ. അപ്പോൾ അവർ വിചാരിച്ചു ഈ പറയുന്ന സിദ്ദീഖ് മാഷ് ഗാന്ധിജിയുമായി അടുത്ത പല അവൻ്റെ സംഘടന സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളായിരിക്കുമെന്ന് വിചാരിച്ച് വിവാദങ്ങളാവണ്ടെന്ന് വിചാരിച്ച് സാറെ ഉള്ളിൽ കയറ്റിവിടുകയും കൈ കൊടുക്കാൻ പാടില്ല എന്നായിരുന്നു നിർദ്ദേശങ്ങൾ. നേരെ പോയി അതൊന്നും ആരും കാണില്ലല്ലോ പറഞ്ഞ് വേഗം കൈ കൊടുത്തു. ആ കൈ കൊടുത്ത അബ്ദുൽ കലാമിൻ്റെ കൈ കൊടുത്തിട്ടാണ് അദ്ദേഹം ആ അവാർഡ് വാങ്ങിച്ചതെന്ന് കാണുമ്പോൾ നമുക്കൊക്കെ ഉള്ളിനുള്ളിൽ ഒരുപാട് അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തെ ഈ ഒരു നിലയിലൊക്കെ കാണുമ്പോൾ അതും നമുക്ക് വല്ലാതൊരു വേദന ഉണ്ടാക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് പറയാനുണ്ട്. ഞാനിപ്പോൾ മണിക്കൂറുകൾ പറയാനുണ്ട്. കാരണം അത്രമാത്രം ഞാനും സിദ്ദീഖ് മാഷുമായിട്ടുള്ള ഒരു സ്നേഹവും മടുപ്പും എന്നെ ഇന്നും എപ്പോഴും ഓർമ്മ വന്നാൽ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും തിരക്കായിരിക്കും. സാറാണെങ്കിൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ കുറേ സംസാരിക്കുന്നതുകൊണ്ട് സാറ് ചെറിയൊരു മനോജ് തിരക്കിലാണ് സാർ, ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറയും. എങ്കിലുമൊക്കെ ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ നമ്മളും ഇനി ഒരു 2 വർഷം കൂടി കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തേക്ക് ഞാനും മാറും. അങ്ങനെ എനിക്ക് കുറേയൊക്കെ സന്തോഷമുള്ള നിമിഷങ്ങൾ എനിക്കും വരാറായി എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തെ പോലെയുള്ള സാറിനെ നിങ്ങളെല്ലാവരും കൂടെ ക്ഷണിച്ച് കൊണ്ടുവന്നതിലാണ് ഞാൻ നിങ്ങൾക്ക് തരാവുന്ന ഏറ്റവും വലിയ അംഗീകാരം. ഒരു തർക്കവും വേണ്ട കുട്ടികളെ, നിങ്ങളെയൊക്കെ ജീവിതത്തിൽ തല്ലിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറയാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല. സിദ്ദീഖ് മാഷ് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? നിങ്ങളെ ചീത്ത പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, ഒരുപാട് ചീത്തകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തും സന്തോഷമേ ഉള്ളൂ. എന്തായാലും നമ്മുടെ പാലക്കാടിൻ്റെ
ബഹുമാനപ്പെട്ട MP നമ്മുടെ വിദ്യാലയത്തിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമുക്ക് തന്ന ഈ വലിയ സ്നേഹവിരുന്നിന് സന്തോഷവും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കുക. താങ്ക് യു സാർ. എല്ലാ സമയത്തും പതിവായി സമയത്തിനെത്തും ശ്രീകണ്ഠേട്ടൻ എന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാണ്. പക്ഷെ ഇന്ന് എല്ലാവർക്കും മുന്നിൽ എന്നെ തിന്നാൻ ഇട്ട് കൊടുത്തു 1.5 മണിക്കൂർ സമയം ശ്രീകണ്ഠേട്ട. അതെ, സത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഭക്ഷണം കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്ന്. അപ്പൊ എല്ലാ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീകണ്ഠേട്ട ഇതുവഴി നമ്മുടെ ബഹുമാനപ്പെട്ട MP എത്തിയിരിക്കുന്നു. നമസ്കാരം. അപ്പൊ എല്ലാ കുട്ടികളും ചെയറിൽ സദസ്സിലേക്ക് കടഞ്ഞിരിക്കേണ്ടതാണ്. അവിടെ ക്ലാസ് റൂമിലോ ഭക്ഷണം കഴിക്കുന്ന എവിടെയെങ്കിലും ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരും ദയവ് ചെയ്ത് ഒന്ന് ചെയറുകളിൽ ഇരിക്കേണ്ടതാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഒന്ന് ചെയറിൽ നിൽക്കാം. നമ്മുടെ ഔദ്യോഗിക പരിപാടി ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. സജിരാജി, അടുത്തതായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ അടുത്തുണ്ടായ പഹൽഗാം ദുരന്തം നമുക്ക് എല്ലാവർക്കും അറിയാം. ഭീകരാക്രമണം പഹൽഗാം നമ്മുടെ രാജ്യത്തിൻ്റെ വേദനയാണ്, രാജ്യത്തിനേറ്റ മുറിവാണ്. ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടവർക്കായിട്ട് ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി 1 മിനിറ്റ് മൗന പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ചടങ്ങ് ആരംഭിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. മൗനമായി 1 മിനിറ്റ് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്തതായിട്ട് സ്വാഗതം പറയുന്നതിനായി നൗഷാദ് മാഷെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമസ്കാരം. സമയം വൈകിയിട്ടുണ്ട്, നല്ല സമയം വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ചങ്ങാതിക്കൂട്ടം 2016 മെയ് മാസം 25-ാം തീയതിയാണ് നമ്മുടെ ഔദ്യോഗികമായ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അന്ന് 7 പേരാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിൽ 7 പേരാണ് ഉണ്ടായിരുന്നത്. അത് നമ്മുടെ ദുബായിൽ നിന്നും വന്ന രാജീവ്, പിന്നെ രമ്യ, സബിത, സജു, പ്രിയേഷ്, സുമൻ, എന്നാലും കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടില്ല. ഇങ്ങനെ 7 പേരുടെ ഒരു ഗ്രൂപ്പാണ്. 9 വർഷം മുമ്പ്, അടുത്ത മാസം 25-ാം തീയതി ഈ ഗ്രൂപ്പിന് 9 വയസ്സ്. ഈ ഗ്രൂപ്പിന് കേട്ടോ, നമ്മൾ വയസ്സ് കുറച്ചിൽ വേറെയാണ്. അന്ന് തുടങ്ങിയ ഓട്ടമാണ് സത്യത്തിൽ ഇന്നിങ്ങനെ ഒരു 25-ാം വാർഷികം നമുക്ക് ആഘോഷിക്കാൻ പറ്റിയത്. ഇതിനു മുമ്പ് നമ്മൾ കൂടിയത് 20-ാം വാർഷികമായിരുന്നു, 2020 ജനുവരി 13-ന്. അന്ന് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് ഒരുപാട് സദസ്സിൽ ഇതേപോലെയുള്ള പല ആളുകളെയും നമുക്ക് കണ്ടെത്താൻ പറ്റിയത്. പ്രത്യേകിച്ച് അന്ന് നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കുട്ടികളുടെ വാട്സപ്പ് എന്നുള്ള സംവിധാനം വന്നില്ല, ഫോണ് പോലും ഇല്ല. എവിടെ നിന്നൊക്കെ കിട്ടിയ അഡ്രസ്സുകൾ തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് അഹോരാത്രം രാത്രി പകലില്ലാതെ പണിയെടുത്തതിൻ്റെ ഫലമാണ് നമ്മളിത് ഇങ്ങനെ 2-ാം പ്രാവശ്യം കൂടാൻ കാരണം. ഇതെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ, സമയം വൈകിയ സമയത്ത് പറഞ്ഞില്ലെങ്കിൽ മോശമാവും എന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ ചില പേരുകൾ പറയാതെ എൻ്റെ സ്വാഗതം പ്രസംഗം പറയുന്നതും മോശമാവും. ഒന്ന്, നമ്മുടെ അജേഷ് ഖാനാണ് നമ്മുടെ ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നുണ്ട്. ബഹ്റൈനിൽ നിന്നാണ് എത്തിയത്. ഈ പരിപാടിക്ക് മാത്രം എത്തിയതാണ്. ശരിക്കും ഇന്ന് രാവിലെ വന്ന് ഇന്ന് രാത്രി പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ എന്തൊരു തരികടൊക്കെ കളിച്ചിട്ട് ഇന്നലെ വന്നു. ഇന്ന് രാത്രി അദ്ദേഹം പോകും. അജേഷ് ഖാനെ ഈ പരിപാടി ഇങ്ങനെയൊക്കെ ഈ ഗ്രൂപ്പ് ഇങ്ങനെ ആവുന്നതിൽ ഞങ്ങളെ കാരണവരാണ് സത്യത്തിൽ അജേഷ് ഖാനെ. പ്രായം കൊണ്ടല്ല, ഇതിന് അങ്ങനെ നേതൃത്വം നൽകുന്ന ആളാണ്. ഇവിടെ ഇല്ല എന്നേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ഓരോ ചലനം കൃത്യമായി അറിയും എന്ന് മാത്രമല്ല, ഓഫീസിലിരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് നമ്മുടെ കൂടെ നമ്മൾ സഞ്ചരിക്കുന്ന പോലെ സഞ്ചരിക്കുന്ന, മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും സഞ്ചരിക്കുന്നതാണ് നമ്മുടെ അജേഷ് ഖാനെ. അതുപോലെ തന്നെ ഫൈസലിന് പറഞ്ഞ വേറൊരു സാധനമാണ്, സ്വന്തം കട പോലും നോക്കാതെ എല്ലാവർക്കും ഇവിടെ പരിചയമുള്ള അറിയാം. നമ്മുടെ യൂത്ത് ഐക്കണാണ്. നമ്മുടെ വെള്ളയിൽ കാണുമ്പോൾ തന്നെ ചെക്കൻ എന്ന് പറയാൻ തോന്നുന്ന ഒരു പയ്യനാണ് നമ്മുടെ ഫൈസൽ. അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞല്ല കേട്ടാ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ ഫൈസൽ. കട പോലും പൂട്ടി വെച്ച് ഏകദേശം 1 മാസത്തോളം കടയിൽ പോയിട്ടില്ലാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. കാരണം കൂടെ ഉള്ളതുകൊണ്ട് അറിയുന്നതാണ്. അങ്ങനത്തെ ഒരാളാണ് ഫൈസൽ. പിന്നെ ജയന്തി ആ വിഷുവിൻ്റെ സമയത്ത് എന്തൊക്കെയോ കടയിൽ പോയി എന്തൊക്കെയോ കാണിച്ചു എന്നല്ലാതെ അതിനൊരു ഉറക്കമില്ല. അതിൻ്റെ കെട്ടിയോട് സംഭവിക്കുന്നത് നമ്മുടെ അയ്യപ്പേട്ടൻ ഇവിടെ ഉണ്ട്. എങ്ങനെ ഇറക്കി വിട്ടിരിക്കുകയാണ്.
രാത്രിയില്ല പകലില്ല ഏത് സമയത്തും മീറ്റിങ്ങൊക്കെ നമ്മൾ കൂടുന്ന ജയന്തിൻ്റെ ഇതാണ്. പിന്നെ അതേപോലെ ലിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മൂപ്പര് ഷോപ്പിൽ പോയിട്ട് തമ്പായതുകൊണ്ട് 9:00 കൃത്യമായി തമ്പ് ചെയ്തിട്ട് നേരെ ഒറ്റപ്പാലം വരും, പത്തിരിപ്പാല് പോകും, ടീച്ചർമാർ വിളിക്കാൻ പോകും, അവിടെ പോയി എല്ലാവിടെയും ഉണ്ടാവും. എന്നിട്ട് ലാസ്റ്റ് 5 മണിക്കും പോയി തമ്പ് ചെയ്തിട്ട് ജോലി എടുത്തിട്ട് വരുന്ന. കാരണം വേറെ നിവൃത്തിയില്ല, ലീവ് കുറവായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അത്രത്തോളം ഇതിനു വേണ്ടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ തിരക്കൊക്കെ ഈ ഉണ്ടാകുന്ന കൂടെ തന്നെ ഇങ്ങനെ ചെയ്ത ആളുകളാണ്. അതേപോലെ സജിരാജ് നമ്മുടെ ആങ്കർ ഒരു രക്ഷയില്ല. ഇപ്പോൾ MP ഇവിടെ എത്താൻ കാരണം സത്യത്തിൽ സജിരാജിയാണ്. സജിരാജ് സിദ്ദീഖ് മാഷിൻ്റെ ആ ഒരു ലാസ്റ്റ് ഉള്ള ആ വീഡിയോ കണ്ടപ്പോൾ പ്രചോദനമായിട്ടാണ് സത്യത്തിൽ സജിരാജ് ഞങ്ങൾ കൂടെ ഇറങ്ങിയത്. സജിരാജ് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന പോലെയൊന്നുമല്ല, തിരക്കിൻ്റെ അങ്ങേയറ്റമാണ്. 4 മണിക്കാണ് കിടന്നുറങ്ങുന്നത്. 4 മണി മുതൽ 5 മണി ഡെയിലി. ഒന്ന് ആലോചിച്ചൊക്കെ 2000-3000 ഡെയിലി ഒരു മാസത്തിൽ കോളുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. അതോ 5 മിനിറ്റ് 2 മിനിറ്റ് വെക്കുകയല്ല, ഓരോ കോളും സ്റ്റുഡൻസിന് മറുപടി കൊടുത്ത് അവർക്ക് തൃപ്തിപ്പെട്ട് അവർ വീട്ടുകാര്യങ്ങൾ അറിഞ്ഞ് ഓരോരുത്തർ. കാരണം ഞാനത് ഒപ്പം പോയി മനസ്സിലാക്കിയതാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഈ നിൽക്കുന്നത്. ഇന്നിപ്പോൾ നിൽക്കക്കണ്ണില്ലാണ്ടാണ് ഈ നിൽക്കുന്നത്. അതാണ് സജിരാജിയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ രാധിക ഇന്ന് ടീച്ചേഴ്സിനെ മുഴുവൻ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പെട്ടെന്ന് രാധിക ചോദിച്ചു, അപ്രതീക്ഷിതമായ ഗ്രൂപ്പിൽ ചോദിച്ചാണ്. പക്ഷെ രാധിക അത് ചെയ്തു, വൃത്തിയായി ചെയ്തു. എല്ലാ ടീച്ചേഴ്സും ഇവിടെ എത്തിക്കുന്നതിൽ നല്ല പണിയോ. 30 ഓഫ്ലൈനായിട്ട് വരാൻ പറ്റിയില്ല, ഓൺലൈനായിട്ട് എല്ലാവരും വിളിച്ചു കോർഡിനേറ്റ് ചെയ്തു. ഇവിടെ എത്തിയ ടീച്ചർമാരിൽ ക്രെഡിറ്റ് കൊടുക്കുന്നത് നമ്മുടെ രാധികയ്ക്കാണ്. അതുപോലെ സതീഷ്, സുനിൽ, രമ്യ നമ്മുടെ ഗജാഞ്ചിയാണ്. ഗജാഞ്ചി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും നമുക്കൊക്കെ മടിയാണ്, ചിലപ്പോൾ ചോദിച്ചാൽ വരില്ലേ എന്നൊക്കെ ചോദിച്ച് നമുക്ക് മടിച്ചിരിക്കുമ്പോൾ കാശ് ആടാ ഇങ്ങോട്ട് എടുക്ക് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും ചോദിച്ച് കാശ് ഉണ്ടാക്കിയ മനുഷ്യത്തിയാണ്. ഞങ്ങളൊക്കെ ക്ലാസ്മേറ്റാണ് പണ്ട്, 1ാം ക്ലാസ് മുതലുള്ള പരിചയമുള്ളതാണ് രമ്യ. പിന്നെ ദീപ്തിനെ കുറിച്ച് പറയുന്നത് ഒരുപാടുണ്ട്. ബിൻഷാദ്, ഇന്ന് ടീച്ചേഴ്സ് ഒരുപാട് ആൾക്കാർ കൊണ്ടുവന്ന ആളാണ് നമ്മുടെ ബിൻഷാദ്. അതുപോലെ അമ്പിളി, ബിന്ദു, നമ്മുടെ ബെല്ലടിച്ച് തുടങ്ങിയ നമ്മുടെ രാധാകൃഷ്ണൻ, അതേപോലെ അങ്ങനെ ഒരുപാട് ഇനിയും പേരെടുത്ത് പറയണേ നമ്മുടെ ആബിദലി അടക്കമുള്ള, സഫീർ അടക്കമുള്ള അങ്ങനെ ഒരുപാട് ആളുകൾ പേര് ഉണ്ട്. അപ്പോൾ ഞാൻ നീട്ടുന്നില്ല, സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ പരിപാടിക്ക് MP നമ്മുടെ ബഹുമാന്യൻ MP നമ്മൾ അവിടെ പോയപ്പോൾ എത്ര തിരക്കുണ്ട്. ഈ സജിരാജ് ഉള്ളതുകൊണ്ടാണ് അറിയില്ല. ഞാൻ മുമ്പൊക്കെ മൂപ്പൻ്റെ അടുത്ത് ഇഷ്ടംപോലെ പോയിട്ടുണ്ട്, പല രാഷ്ട്രീയ സംഘടന ഇതാക്കിയിട്ട്. അപ്പോഴും തരാത്തൊരു കൂടുതൽ സ്നേഹം കൊണ്ട്. അപ്പോൾ സജിരാജിൻ്റെ കഴിവാണ്. ഞങ്ങൾ 1 മണിക്കൂറോളം സംസാരിച്ചു. അടിപൊളി. അവിടെ ഫ്രഷായി വന്ന നല്ലൊരു ഈത്തപ്പടി എല്ലാവർക്കും തന്നു. പിന്നെ നെല്ലിക്ക തന്ന് ഞങ്ങൾ വിട്ടതാണ്. MP സ്നേഹാതിരുപുറം ചങ്ങാതിക്കൂട്ടത്തിൻ്റെ സ്വാഗതം ചെയ്യുന്നു. വൈകി വന്നാലും MP കുടുംബത്തോടൊപ്പമാണ് വന്നിരിക്കുന്നത്. തുളസി ടീച്ചറെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തുളസി ടീച്ചറുണ്ട്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ്, ഒരുപാട് ഭാരവാഹിത്വം വഹിക്കുന്നതാണ്. അതുപോലെ തന്നെ ചിറ്റൂർ കോളേജിലെ പ്രൊഫസറാണ്. ചിറ്റൂരല്ല ടീച്ചർ, നെന്മാറ സോറി. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബിന്ദു ചേച്ചിയെ സമ്മതിക്കാം. ഞാൻ ഒരുപാട് സിനിമ സീരിയൽ നടിമാരെ പല പരിപാടിക്ക് നമ്മൾ ഇതുവരെ കൊണ്ടുപോകും. അവർ വരും, എത്രയും പെട്ടെന്ന് പോവുക ചെയ്യുക. ക്ഷമിച്ചിരുന്ന് ഞാൻ ഇടയിൽ പോയി സംസാരിച്ചിരുന്നു, ക്ഷമിക്കണം എന്നുള്ളത്. വേഗയിൽ ഇത്രയും നേരത്തെ വന്നിട്ട് ചേച്ചിക്ക് കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ വന്ന് സഹകരിച്ചാണ്. ബിന്ദുവിൻ്റെ നമ്മുടെ ജയന്തിൻ്റെ കുടുംബമാണ്. ചേച്ചിക്ക് സ്നേഹാദരം. അതുപോലെ തന്നെ പിന്നെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ അജേഷ് കണ്ണനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മാനേജർ കണ്ണമത്തെ സാറിന് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ രേണുക ടീച്ചർ, അതേപോലെ സിദ്ദീഖ് മാഷ്, അതേപോലെ ലിബിൻ, ഫൈസൽ, ജയന്തി കൊടുത്തോളേ, അങ്ങനെ കൊടുത്തോളേ. എല്ലാവരെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്യുന്നു. സമയമില്ലാത്തതുകൊണ്ടാണ്. എന്തായാലും വളരെ സന്തോഷം. MP പങ്കെടുത്തതിൽ നമ്മുടെ ഇങ്ങനത്തെ ഒരു പരിപാടി ധന്യമാക്കിയതിൽ എല്ലാവിധ ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്ത് അജേഷ് കണ്ണൻ അധ്യക്ഷ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. നൗഷാദ് ഇവിടെ ഏകദേശം അധ്യക്ഷ പ്രസംഗത്തിൻ്റെ പാതി ഇവിടെ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല. എന്നാൽ പോലും വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ക്ഷണിക്കപ്പെട്ട വിശിഷ്ട അതിഥികളെ, എൻ്റെ പ്രിയ ഗുരുനാഥന്മാരെ, 40ൻ്റെ നിറയൗവനത്തിൽ നിൽക്കുന്ന എൻ്റെ സുന്ദരന്മാരായ കൂട്ടുകാരെ, അവരോടൊപ്പം വന്നിട്ടുള്ള കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. എൻ്റെ പേര് അജേഷ് കണ്ണൻ. ഞാൻ 10B ക്ലാസ്സിലെ ഒരു ലാസ്റ്റ് ബെഞ്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇന്ന് ബഹ്റിനിൽ ഒരു കമ്പനിയിൽ പ്രൊജക്റ്റ് എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. ഇന്ന് വളരെ നമുക്ക് സന്തോഷം നൽകുന്നൊരു ദിവസമാണ്.
കാരണം നമ്മുടെ സ്കൂൾ ജീവിതം കഴിഞ്ഞ് 25 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സ്കൂൾ അങ്കണത്തിൽ വെച്ച് തന്നെ നമ്മളാക്കാൻ വളരെ മുഖ്യ പങ്ക് വഹിച്ച നമ്മുടെ അധ്യാപകരുടെ മുമ്പിൽ, കൂട്ടുകാരുടെ മുമ്പിൽ ഒത്തുകൂടാൻ പറ്റിയ ഈ അവസരത്തിലും വലിയൊരു സന്തോഷം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 ദിവസത്തെ അവധിക്ക് വന്ന എന്നോട് ഒരുപാട് ആളുകൾ, എന്നെപ്പോലെ തന്നെ വിദേശത്ത് വന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. അവരോടെല്ലാം ഉണ്ടായൊരു ചോദ്യമുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് എന്തിനാണ് ഈ 2 ദിവസമൊക്കെ അവധിയെടുത്ത് ഇങ്ങോട്ട് വരുന്നതെന്ന്. അവർക്കുള്ള മറുപടിയായി ഞാൻ ഇവിടെ പറയട്ടെ, ഇത്തരം ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ നമ്മളാക്കിയ അധ്യാപകന്മാരോടും അതുപോലെ കൂട്ടുകാരോടൊപ്പവും നമ്മൾ പഠിച്ച വിദ്യാഭ്യാസത്തിലും പഠിച്ച സ്കൂളിൽ നിന്ന് കൂടാൻ പറ്റിയൊരു സന്തോഷമായൊരു അവസ്ഥയിൽ നിന്ന് മറ്റൊന്നുമില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 5ാം ക്ലാസ്സിൽ മനോജ് മാഷിനോടൊപ്പം തന്നെയാണ് നമ്മളെല്ലാവരും ഇവിടെ ജോയിൻ ചെയ്തത്. ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിച്ചിരുന്നെങ്കിലും എന്നെ 7ാം ക്ലാസ്സിൽ മനോജ് മാഷ് ഇവിടെ ആദ്യമായിട്ടൊരു മാസ് ഡ്രില്ല് എന്ന അസംബ്ലിയിൽ ഒരു പരിപാടി സംഘടിച്ചപ്പോൾ അന്ന് ഇത്രയും ആളുകൾക്കിടയിൽ എന്നെ അവിടെ സ്കൂൾ ലീഡറാക്കി നിയമിച്ചുകൊണ്ട് ഈ മാസ് ഡ്രില്ല് ഇവിടെ അവതരിപ്പിക്കാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി. ഒരു പക്ഷേ എന്നിലെ ഒരു ലീഡർഷിപ്പിനെ, ഒരു നേതാവിനെ കണ്ടെടുത്തൊരു അധ്യാപകൻ കൂടിയാണ് ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് അദ്ദേഹത്തോടൊരു നന്ദി പറയാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നാണ് ഞാൻ അങ്ങനെ കാൽക്കൽ ഇരുന്നു കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് എൻ്റെ ആ ഒരു ഓർമ്മ പുതുക്കിയത്. അതുപോലെ എൻ്റെ മാത്രമല്ല, അതുപോലെ ഇവിടെ നമ്മുടെ അധ്യയന വർഷത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി പഠിച്ച രാധിക, 1ാം തരം മാർക്ക് വാങ്ങി പഠിച്ച രാധിക അധ്യാപികയാണ്. അതുപോലെ അതുല്യ അമേരിക്കയിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഇവിടെ നിൽക്കുന്ന സജിരാജി ഇന്ന് ഒരുപാട് ഗവൺമെൻറ് ജോലികൾ ലഭിച്ചിട്ടും വേണ്ട വെച്ച് ഇന്ന് ഒരുപാട് ആളുകൾക്ക് ജോലി നൽകാനുള്ളൊരു ബാങ്കിങ് കോച്ചിങ് മേഖലയിലെ ഒരു സംരംഭകയാണ്. അതുപോലെ തന്നെ ഒരുപാട് സംരംഭമാരും അതുപോലെ ജോലിക്കാരും ശ്രീകുമാറിനെ പോലെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും, അതല്ല ഇതൊന്നും അല്ലെങ്കിൽ തന്നെ നല്ല ഒരു മനസ്സിനുടമയായ കുട്ടികൾ പഠിച്ച ഒരു വിദ്യാലയമാണ്, ഒരു ബാച്ചാണ് ഇത് എന്നുള്ളതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. That's why I'm always proudly say that I studied in Parali High School. കൂട്ടുകാരെ, ഞാൻ അഭിമാനത്തോടെ ഞാൻ ഇവിടെ നിൽക്കുന്നു. നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ കണ്ട ആ ഒരു സന്തോഷത്തിൽ ഞാൻ ഇന്ന് തന്നെ യാത്രയാവും. സത്യം പറഞ്ഞാൽ 2 ദിവസം അവധി വന്ന എന്നെ വീട്ടിൽ കാണാതെ എൻ്റെ അച്ഛനെയും അമ്മയും ഇവിടെ മകനെ കാണാനായി ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഇന്നലെയും ഇനിയാന്ന് കുളിക്കാൻ മാത്രമാണ് വീട്ടിൽ പോയത്. സോ എല്ലാവരും നിങ്ങൾ നൽകിയ സന്തോഷത്തിനും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച കാര്യങ്ങളെല്ലാം നൗഷാദ് പറഞ്ഞു, ഞാൻ കൂടുതൽ ആവർത്തിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ഫൈസലും ജയന്തിയും നൗഷാദും ലിബിനും ഒരു നെടുംതൂണുകളായി പ്രവർത്തിക്കുന്ന ചങ്ങാതിക്കൂട്ടത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഒരു ചങ്ങാതിക്കൂട്ടം വെറുമൊരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ മാത്രമല്ല, ഒരുപാട് സാമൂഹിക നന്മയ്ക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് എന്നുകൂടെ ഞാനിവിടെ പറയട്ടെ. നമ്മുടെ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് നമ്മുടെ ലിബിൻ ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. വേറൊരു കാര്യം കൂടെ, ഈ വിദ്യാലയത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് നമ്മൾ ഇവിടെ ബന്ധപ്പെട്ട മാനേജറോടൊക്കെ സംസാരിക്കേണ്ടായി. അപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്ന് മനോജ് മാഷ് ഇവിടെ പറഞ്ഞെങ്കിലും നമുക്ക് ഹൈസ്കൂൾ തലത്തിൽ ഒരു ലാബ്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ലാബ് ഇവിടെ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഒരു ഹെൽത്ത് ക്ലബ്ബ്, അതല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് റൂം എന്നിവ ഇവിടെ ഇല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും അതിനുവേണ്ട ഒരു സഹായം ഇവിടെ ചെയ്യാൻ ഞങ്ങൾ ചിന്തിക്കുകയും ചെയ്തു. പക്ഷേ ഞങ്ങളെപ്പോലെ ഒരു ബാച്ചിൻ്റെ കൂട്ടായ്മ കൊണ്ട് മാത്രം ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും ഇവിടെ വന്നിട്ടുള്ള MP-യുടെ കൂടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ വിദ്യാലയത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ ശ്രീകണ്ഠേട്ടനെ എല്ലാവിധ ആശംസകളും. ഒരുപക്ഷെ 5 വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ഒത്തുകൂടുമ്പോൾ ശ്രീകണ്ഠേട്ടൻ ഒരു കേന്ദ്രമന്ത്രിയായി നമ്മുടെ കൂടെ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നമുക്ക് ഉദ്ഘാടനമാണ്. ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട MP, മുഖ്യാതിഥി മാനേജർ കണ്ണേട്ടൻ, അധ്യക്ഷൻ അജേഷ് എന്നിവരെ ക്ഷണിക്കുന്നു. ഔദ്യോഗികമായി നമ്മുടെ ചങ്ങാതിക്കൂട്ടത്തിന്റെ സിൽവർ ജൂബിലി ഉദ്ഘാടനം നടത്തുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിക്കുക. എല്ലാവരും മുന്നിൽ നിന്നൊന്ന് മാറി നിൽക്കുക. ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് നടക്കുന്നത്.
ബഹുമാനപ്പെട്ട പാലക്കാട് MP ശ്രീകണ്ഠേട്ടൻ തിരിതെളിയിക്കുന്നു. എല്ലാവരും നല്ലൊരു കൈയടി. അടുത്തതായിട്ട് ബിന്ദു കൃഷ്ണ, സിനിമ സീരിയൽ താരമാണ്. ബിന്ദു കൃഷ്ണ തിരിതെളിയിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ സ്കൂളിന്റെ HM തെളിച്ചോ പ്രിൻസിപ്പൽ രേണുക ടീച്ചർ. രേണുക ടീച്ചർ തിരിതെളിയിക്കുന്നു. നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പലാണ്. അടുത്തതായിട്ട് മാനേജർ കണ്ണേട്ടനും സിദ്ദിഖ് സാറും ഒരുമിച്ച് തിരിതെളിക്കുന്നു. ഒന്ന് കൈയടിച്ചേ. സിദ്ദിഖ് സാർക്ക് ഞങ്ങളൊരു ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുമ്പോഴും ഞങ്ങളോടൊപ്പം സാർ ഉണ്ടായിരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ എല്ലാ വാർഷികാഘോഷത്തിനും സാറ് കേക്ക് മുറിക്കാൻ വരുന്നതാണ്. അടുത്ത അജേഷ് കണ്ണൻ, നമ്മുടെ അധ്യക്ഷൻ അജേഷ് കണ്ണൻ. കൊച്ചു മുതലാളിക്ക് ഒരു കൈയടി കൊടുത്തേ. അടുത്തതായിട്ട് താഴെ നിന്ന് തന്നെ ഒരു ചെറിയ ചടങ്ങും കൂടെ, നമ്മുടെ സിദ്ദിഖ് സാറെ ആദരിക്കുന്ന ചടങ്ങാണ്. സാറെ ഇനി ഒരിക്കൽ കൂടി നമ്മൾ വേദിയിലേക്ക് കയറ്റാൻ സാർക്ക് ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. 2004 ദേശീയ അധ്യാപക അവാർഡ് ജേതാവാണ് അദ്ദേഹം. ആ അവാർഡ് ഏറ്റുവാങ്ങിയത് APJ അബ്ദുൽ കലാമിൽ നിന്നാണ്. 2000-2001 വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ജേതാവാണ്. നമ്മുടെ സ്കൂളിൻ്റെ ഡെപ്യൂട്ടി HM ആണ്. NCC ഓഫീസറാണ്. ഇതിനൊക്കെ ഉപരി നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദിഖ് സാർക്ക് നിറഞ്ഞ കൈയടി കൊടുത്തേ. സാറെ ആദരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പാലക്കാട് MP ശ്രീകണ്ഠേട്ടൻ. ബാക്കി എല്ലാവരും സ്റ്റേജിലേക്ക്. പ്രിയങ്കരനായ അധ്യക്ഷൻ, ചങ്ങാതിക്കൂട്ടത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ അജേഷ് കണ്ണൻ, ഇവിടെ സ്വാഗതം പറഞ്ഞ നൗഷാദ് അലവി, മുഖ്യ അതിഥി നമ്മുടെ ജില്ലക്കാരി കൂടിയായ പ്രശസ്ത സിനിമാ താരം ശ്രീമതി ബിന്ദു കൃഷ്ണ, പ്രിയപ്പെട്ട രാധിക ടീച്ചർ, മാനേജർ ശ്രീ കണ്ണേട്ടൻ, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ലിബിൻ വലിയ പറമ്പിൽ, വേദിയിലുള്ള ഫൈസൽ ഉൾപ്പെടെ മറ്റ് വിശിഷ്ടാതിഥികൾ, പ്രിയങ്കരനായ നാടൻ പാട്ട് കലാകാരൻ, ഉച്ചതിരിഞ്ഞ് നിങ്ങൾക്കെല്ലാവർക്കും കലാവിരുന്ന് അവതരിപ്പിക്കുന്ന ശ്രീ രഘുനാഥ് റിതം, മറ്റ് ഭാരവാഹികൾ, അധ്യാപക സുഹൃത്തുക്കൾ, ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്ന അഖിലേന്ത്യാ തലത്തിൽ, ഇൻ്റർനാഷണൽ തലത്തിലും അഖിലേന്ത്യാ തലത്തിലുമൊക്കെ പെർഫോമൻസ് നടത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ, പ്രിയങ്കരനായ മനോജ് മാഷ് എവിടെ? മനോജ് മാഷ് എവിടെ? വിളിക്ക്. പ്രിയങ്കരനായ മനോജ് മാഷ്, ഇവിടെ ആദരിക്കപ്പെട്ട സിദ്ദീഖ് മാസ്റ്റർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരുപാട് പ്രസംഗങ്ങൾ കഴിഞ്ഞതുകൊണ്ട് കൂടുതൽ പ്രസംഗിക്കേണ്ടെന്നാണ് സജി ഇവിടെ സൂചിപ്പിച്ചത്. എന്തായാലും ചങ്ങാതിക്കൂട്ടം സിൽവർ ജൂബിലിയുടെ ഔപചാരികമായ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ 25 വർഷം പിന്നിട്ട ഈ ചങ്ങാതിക്കൂട്ടം ചേരുമ്പോൾ കുറച്ച് പ്രായമൊക്കെ പക്വതയൊക്കെ ചെന്ന ആൾക്കാരായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് ബഹ്റിൻകാരനായ പ്രസിഡന്റ് ഈ യൗവനവും സൗന്ദര്യവും നിലനിർത്താനുള്ള മരുന്നും കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ടെന്ന് മനസ്സിലായി. എല്ലാവരും നല്ല ചുറുചുറുക്കുള്ള അല്ലേ, നല്ല ചെറുപ്പക്കാരായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സജിയുടെ ആഗ്രഹം ഇടയ്ക്ക് വെച്ച് പറഞ്ഞു, സിദ്ദീഖ് സാറിനെ ഈ സിൽവർ ജൂബിലിയിൽ ആദരിക്കാൻ കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ മൈക്ക് കൂടെ കേട്ടു. ഈ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ 50ാം വാർഷികത്തിലും സിദ്ദീഖ് സാറിനെ ആദരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞു. അതിൻ്റെ അർത്ഥം സജിക്ക് 100 വർഷം വരെ ജീവിച്ചിരിക്കണം എന്നാണ്. ഇത് രമേശ് സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം എന്താ അറിയോ, ഇത് മുഴുവൻ സഹിക്കേണ്ട ആള് ആരാണ്?
രമേശ് എഴുത്തച്ഛനാണല്ലോ അല്ലേ, അറിയാലോ അല്ലേ? എൻ്റെ സുഹൃത്ത് പാവം ഈ പരിപാടി ഞാൻ വൈകി എത്തുമ്പോൾ സജി വിളിച്ചിട്ടില്ല, പക്ഷെ രമേശാണ് 10 തവണ എന്നെ വിളിച്ച്. എന്നാലോചിച്ച് നോക്കിയെന്ന് രാവിലെ. അപ്പോൾ ഈ സജിയുടെ ഉൾപ്പെടെയുള്ള സ്ത്രീ സമൂഹത്തിലെ നല്ല ഉയർന്ന സ്ഥാനത്തും കഴിവുമൊക്കെ തെളിയിക്കുന്നവരുടെ പിന്നിൽ ആരുണ്ടെന്നറിയോ? ഒരു നല്ല ഭർത്താവുണ്ട്, നല്ലൊരു പുരുഷനുണ്ട് അല്ലേ? അപ്പോൾ സ്ത്രീകൾക്ക് പണ്ട് പുരുഷന്മാരെ പറ്റിയാണ് ഇവർ പറഞ്ഞിരുന്നത്. ഏതൊരു പുരുഷൻ്റെയും വിജയത്തിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കുന്നു. തുളസി ടീച്ചർ എൻ്റെ ഭാര്യ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് സമ്മതിക്കാതിരിക്കാനും പറ്റില്ല, എന്താ ചെയ്യുക? പക്ഷെ കല്യാണം കഴിയുന്നത് വരെ നമ്മൾ എന്തെല്ലാം പ്രവർത്തനം ചെയ്തല്ലേ, പക്ഷെ അതൊന്നും കണക്കിൽപ്പെടുന്നില്ല അത്രേ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളതാ കണക്ക് കൂട്ടുള്ളൂ എന്നാണ് പറഞ്ഞു. ഇപ്പം നമ്മളൊക്കെ ചെറുപ്പം മുതലേ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളർന്ന് വലുതാകുമ്പോൾ അല്ലേ, നമ്മുടെ ഈ സൗഹൃദവും സ്നേഹവും ഒക്കെ നിലനിർത്താൻ കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. ഇപ്പം ഇവിടെ തന്നെ നിങ്ങൾ ഈ 300-ലധികം 300 എന്നോട് പറഞ്ഞു 400 എന്നൊക്കെ ആണ്, 400 പേരുടെ കൂട്ടായ്മ അവർ സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞു. അതിശയം തോന്നി എനിക്ക്. കാരണം പല സ്കൂളിലും പോകുമ്പോൾ 10-50 പേരാണ് ഒരു ബാച്ചിൻ്റെ കൂട്ടായ്മയായിട്ട് കാണുക. പക്ഷെ പറളി സ്കൂളെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് സമീപത്തുള്ള എല്ലാ പഞ്ചായത്തുകളുടെയും കുട്ടികൾ വന്നിരുന്ന ഒരു സ്കൂളാണ് അല്ലേ. ഈ ഹൈസ്കൂളാണ് ഈ അടുത്ത ആ കാലഘട്ടത്തിൽ വർഷങ്ങളോളമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. സ്വാഭാവികമായിട്ടും കുറേ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ബാച്ചുകളുണ്ട്. എന്തായാലും ഇതൊരു വലിയ കൂട്ടായ്മയായി എനിക്ക് തോന്നുന്നു. ഞാനൊരു ഹൈസ്കൂളിൽ ഇതുപോലൊരു ബാച്ചിൻ്റെ കൂട്ടായ്മ ഇത്രയും പേരുടെ ആദ്യത്തെയാണ് പങ്കെടുക്കുന്നത്. 100 കണക്കിന് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ആവേശമുള്ള ചെറുപ്പക്കാരും അതുപോലെ ഇത്രയും കൂടുതൽ അംഗസംഖ്യയും അതിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ ആശംസകൾ നേരുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് നിങ്ങൾ, സ്റ്റേറ്റിന് പുറത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ ജിജ്ഞാസ ഉണ്ടായിരുന്നു. സ്കൂള് പണ്ട് പഠിച്ചപ്പോൾ ഉള്ള സ്കൂൾ തന്നെയാണോ? സ്കൂൾ വന്ന ഉടനെ എല്ലാവരും എന്താ ചെയ്ത്? ഞാൻ ഇരുന്ന ക്ലാസ് റൂം അവിടെ തന്നെ ഉണ്ടോ? ആ ബെഞ്ച് അവിടെ ഉണ്ടോ? ഇപ്പോഴത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജിജ്ഞാസയോടുകൂടി നമ്മളൊക്കെ നോക്കിയിട്ടുണ്ടാവും. അപ്പം അതൊക്കെ നമ്മുടെ വൈകാരികമായിട്ടുള്ളൊരു കാര്യമാണ്. സ്കൂളിൽ പോകുന്ന സമയത്ത് വീട്ടിലിരുന്ന സമയത്തേക്കാൾ കൂടുതൽ നമ്മൾ എവിടെ ഉണ്ടാവുക? സ്കൂളിലായിട്ടും ഉണ്ടായിട്ടുണ്ടാകുക അല്ലേ. അപ്പം അതൊരു വികാരമാണ് സ്കൂളെന്ന് വെച്ചാൽ. നമ്മുടെ സ്നേഹത്തിൻ്റെയും നമ്മുടെ സൗഹാർദ്ദത്തിൻ്റെയും ഒരു കളിത്തൊട്ടിലാണ്. നമുക്ക് വിജ്ഞാനം മാത്രമല്ല, വിദ്യാഭ്യാസം മാത്രമല്ല, ഒരു പൗരനായി നമ്മളെ വളർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചതാണ് നമ്മുടെ സ്കൂള്. മുഖ്യമന്ത്രിയാണെങ്കിൽ പ്രശ്നമാണ്, ഞാനാണെങ്കിൽ കുഴപ്പമില്ല. ഇടയ്ക്ക് മൈക്ക് നേരാക്കാൻ വന്നാലേ മറന്നുപോയി ഞങ്ങൾ. അപ്പോൾ ഇല്ല ചോദിച്ചാ. അപ്പോൾ നമ്മുടെ സ്കൂളെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ്? നമ്മൾ വീടിനൊപ്പം തുല്യമായ സ്ഥാനം നൽകുന്നതാണ്. ഇനി അന്ന് പഠിപ്പിച്ച അധ്യാപകരെ കൂടെ കണ്ടാൽ മനസ്സങ്ങ് നിറയും. പിന്നെ ഇപ്പോൾ ഉള്ളത് ആരാ? കൂടെ പഠിച്ചവരാണ്. അന്ന് ഇത്രയും സൗഹൃദം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇന്ന് വന്നിട്ട് ഇല്ലാത്തവരുമായിട്ടൊക്കെ സൗഹൃദമാണ്. അതാണ് ഒരു നന്മ, അതാണ് സന്തോഷം. ഒരു മനുഷ്യന് വേണ്ട എന്താണ്? നമുക്ക് മനുഷ്യനെ പോലെ ജീവിക്കാൻ കഴിയണം, മനുഷ്യത്വത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയണം. എന്താ മനുഷ്യനെ പോലെ? മനുഷ്യത്വത്തെ പോലെ എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി പറഞ്ഞു, ലോകം മുഴുവനുള്ളത് മനുഷ്യരാണ്. വെള്ളക്കാരും കറുത്ത വർഗ്ഗക്കാരും വിവിധ ഭാഷ സംസാരിക്കുന്നവരും വിവിധ ജാതി മതത്തിൽ വിശ്വസിക്കുന്നവരും എല്ലാവരും മനുഷ്യരാണ് അല്ലേ. ആ മനുഷ്യരിൽ നന്മയുള്ളവർ എത്ര പേരുണ്ടാവും? ഭൂരിപക്ഷം പേർക്കും നന്മയുണ്ടാവും. അത് എന്താണ്? എല്ലാവരും മനുഷ്യരാകണമെന്നില്ല. മനുഷ്യത്വമുള്ളവരെയാണ് യഥാർത്ഥ മനുഷ്യനായിട്ട് അംഗീകരിക്കുക എന്ന് പറഞ്ഞു മഹാത്മാഗാന്ധി പറഞ്ഞതാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? എല്ലാവരും സ്നേഹിക്കാനുള്ള കഴിവ് മനുഷ്യനേ ഉള്ളൂ, എല്ലാവരോടും സൗഹൃദം കാണിക്കാനുള്ള കഴിവ് മനുഷ്യനേ ഉള്ളൂ, കരുണയോടുകൂടിയുള്ള മനസ്സുള്ളത് മനുഷ്യനുള്ളൂ അല്ലേ. കാരുണ്യ സ്പർശം എന്നൊക്കെ പറയുന്നത് നല്ല ആർദ്രമായ മനസ്സ്, അതുപോലെ സഹാനുഭൂതി, ഇതെല്ലാം ഉള്ളവരെ എന്തു പറയും? മനുഷ്യനെന്ന് പറയുന്നു. നമ്മൾ ബഹുമാനിക്കാനും ആദരിക്കാനും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ എത്രയോ ഉന്നതങ്ങളിലെത്തിയ ഒരുപാട് വിദ്യാർത്ഥികളാണ് പഴയ ഇപ്പോഴത്തെ. പക്ഷേ ഈ സ്കൂളിൽ പഠിച്ചവരും മുന്നേ സ്കൂളിനെ സേവിച്ചവരും ഈ സമൂഹത്തിൽ നല്ല സംഭാവന ചെയ്തവരൊക്കെ ആദരിക്കാനും ബഹുമാനിക്കാനും വിളിച്ച് അവരോട് കാണിക്കുന്ന നിങ്ങളുടെ ഒരു കൃതജ്ഞതയുണ്ടല്ലോ, അതാണ് നാടിൻ്റെ നന്മ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അപ്പോൾ മനുഷ്യനുള്ള നന്മ അവസാനിക്കാതെ നമ്മുടെ ജീവിതം മുഴുവൻ പൂർണ്ണമായി നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ജന്മം കൊണ്ട് നമ്മൾ സാഫല്യം തീരുള്ളൂ.
ഇപ്പോൾ കലാകാരന്മാരാണെങ്കിലും സാഹിത്യകാരന്മാരാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്. അത് വിശാല മനസ്കതയോടുകൂടി അംഗീകരിക്കാൻ നമുക്ക് കഴിയുക, അല്ലേ? അതല്ലേ നമ്മളെല്ലാവരെയും ആദരിക്കുന്നു. അപ്പോൾ ഈ സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തിയാൽ നിങ്ങൾക്കുണ്ടാകുന്ന എന്താ അറിയോ? നന്മയുണ്ടാവും. നന്മയുണ്ടാകാൻ എന്താ? നമുക്ക് നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. നമുക്ക് ഒരു ഉൾപ്രേരകമായി ഇന്നത്തെ ഈ ഒരു സൗഹൃദ കൂട്ടായ്മ മാറും. ഇന്നിപ്പോൾ നമ്മളിവിടെ വന്നു, നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചു, സ്കൂളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. നമ്മുടെ അടുത്ത തലമുറയും പഠിക്കണ്ടേ? അന്ന് നിങ്ങൾ വന്നിരുന്ന സമയത്ത് എത്ര പേർക്ക് സ്വന്തമായിട്ട് സ്ലേറ്റ് ഉണ്ടായിരുന്നു എന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. പാഠപുസ്തകം എത്ര പേർക്ക് ഉണ്ടായിരുന്നു എന്നറിയാം. ഒരു യൂണിഫോം ഇല്ല, അന്നൊരു നേരെ ചൊവ്വേ കീറാത്തൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നെങ്കിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചവരുണ്ടാവും. പലപ്പോഴും പുസ്തകം ഇല്ലാതെ വന്ന എന്താ ചെയ്യുക? ടീച്ചർമാർ ബെഞ്ചിൻ്റെ മുകളിലൊക്കെ കയറ്റി നിർത്തും. നിങ്ങളുടെ കാലത്ത് ഉണ്ടായിട്ടോന്ന് അറിയില്ല, ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇമ്പോസിഷൻ തരുന്നത് മാത്രമല്ല, ക്ലാസ്സിൻ്റെ പുറത്ത് നിർത്തും. എന്നിട്ടോ ക്ലാസ്സിലെ കുട്ടികൾ അവരെ നോക്കി കളിയാക്കും. അവരിടയ്ക്ക് വെച്ച് പഠിപ്പും നിർത്തും. എന്നിട്ട് എന്താ ഈ വല്ല കൂലിവേലയ്ക്കും പോകും. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം കിട്ടാതെ പോയ എത്രയോ പേര് നമ്മുടെ നാട്ടിലുണ്ട്, പാവപ്പെട്ട ആൾക്കാർ. അവരൊക്കെ ഇപ്പം എന്താ ചെയ്യുന്നറിയോ? അതിനുള്ള പ്രതികാരം വീട്ടിക്കൊണ്ടിരിക്കുക. എന്താ പ്രതികാരം? ആക്രമിക്കുകയല്ല, സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി അധ്വാനിക്കുകയാണ്. എന്താണ്? ഞങ്ങൾക്ക് കിട്ടാതെ പോയിട്ടുള്ള ഒരവസരം, ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരുപാട് അവഹേളനം, അത് മക്കൾക്ക് കിട്ടരുത്. മക്കൾ സ്വന്തം കാലിൽ നിൽക്കണം. അവർ നല്ല വിദ്യാഭ്യാസം നേടി നല്ല ജോലി നേടി സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് പാവപ്പെട്ട അമ്മമാർ, മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അവരുടെ സ്വപ്നം എന്താ അറിയോ? ഞങ്ങളെപ്പോലെ ആകരുത് മക്കൾ എന്നാണ്. നമ്മളൊക്കെ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താ? നമ്മളെപ്പോലെ ആകണം മക്കൾ എന്നാണ്. അപ്പം അതാണ് പഴയ തലമുറയും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അതാണ് ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സമൂഹത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മളാണ് എല്ലാം, നമ്മളാണ് ശരി എന്ന് മാത്രം വിചാരിക്കരുത്. നമ്മളെക്കാൾ കഴിവുള്ളവരും കാര്യപ്രാപ്തിയുള്ളവരും ബുദ്ധിയുള്ളവരും ശക്തിയുള്ളവരുമാണ് അടുത്ത തലമുറയായിട്ട് വളരേണ്ടത് എന്നാണ് നമുക്ക് പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ആഗ്രഹിക്കേണ്ടത്. അതാണ്. ഇപ്പം നമ്മളെക്കാളും ശക്തി, നമ്മളെക്കാളും കഴിവ് നമ്മുടെ മക്കൾക്കുണ്ടാകണം. ഇപ്പോൾ മുൻകാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നെഞ്ചിലൊരു നീറ്റലായി പാവപ്പെട്ട മാതാപിതാക്കൾ മക്കളെ പഠിപ്പിച്ച് വലുതാക്കി അവർക്ക് ഈ സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കുകയാണ്. അപ്പോൾ ഇതാണ് വിദ്യാഭ്യാസം കൊണ്ട് എല്ലാം നേടും. വിദ്യാഭ്യാസമാണ് നമുക്ക് വിവരം ഉണ്ടാക്കുന്നത്, വിവേകം ഉണ്ടാക്കുന്നത്, ശരിയും തെറ്റും തിരിച്ചറിയുന്നത്, നന്മയിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പൊ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താ അറിയോ? മനുഷ്യത്വം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. നിങ്ങളിങ്ങനെ ഈ കൂട്ടായ്മ വളരെ മനോഹരമായിരിക്കുന്നു. ഈ സ്നേഹമൊക്കെ പങ്കിട്ട് സൗഹാർദ്ദം പങ്കിട്ട് ഈ കഴിഞ്ഞ കാലത്തേക്കാൾ കൂടുതൽ സന്തോഷത്തോടു കൂടി നിങ്ങൾ പരസ്പരം കാണുകയും ഇനി പെരുമാറുകയൊക്കെ ചെയ്യും. നമ്മുടെ നാട്ടിൽ ഇല്ലാതായി വരുന്ന ഇതാണ്. സ്നേഹമില്ല, കൂട്ടായ്മയില്ല, എല്ലാവരും നല്ല തിരക്കില്ല, മക്കളെ നോക്കാൻ സമയമില്ല, മക്കളിലുണ്ടാകുന്ന മാറ്റം അറിയുന്നില്ല. എന്താണ്? മയക്കുമരുന്ന്, മദ്യം, സാമൂഹ്യ തിന്മകൾ. പണ്ട് റോട്ടിലാണ് കത്തിക്കുത്തും കൊലപാതകവും നടന്നു, പൊതുവഴികളിലൊക്കെയാണ് അടിയും അക്രമവും നടന്നു. ഇപ്പം എവിടെയാണ് നടക്കുന്നത്? ഇപ്പം കേരള സമൂഹത്തിൽ പോലും വീടുകളിലാണ് അമ്മയെ ആക്രമിക്കുക, അച്ഛനെ ആക്രമിക്കുക, മാതാപിതാക്കളെ ആക്രമിക്കുക, ആ മാതാപിതാക്കൾ മക്കളെ ആക്രമിക്കുക. ഇങ്ങനെ നമ്മൾ കേൾക്കാൻ പോലും ആഗ്രഹിക്കാത്ത വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. ഇതെല്ലാം എങ്ങനെ മാറ്റുക? ഒരു സർക്കാരോ പോലീസോ സംവിധാനം വരച്ചോ മാറ്റാൻ പറ്റുമോ? നമ്മളാണ് കരുതേണ്ടത്. നമ്മുടെ മക്കളിൽ എന്തെങ്കിലും ഒരു സ്വഭാവ വ്യത്യാസം വരുമ്പോൾ, അവരുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആരാ? മാതാപിതാക്കളാണ്. ഇപ്പം പഠിപ്പിച്ചതുകൊണ്ട് അല്ലെങ്കിൽ സമ്പത്തുണ്ടായതുകൊണ്ട് എല്ലാം ആകില്ല. മക്കൾ സൽസ്വഭാവികളായിട്ട് വളരണമെങ്കിൽ മാതാപിതാക്കൾ നന്നായി ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ കാണിക്കുന്ന സ്നേഹം നമ്മുടെ കുട്ടികൾ ഭാവിയിൽ നമ്മളോട് കാണിക്കണമെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടും വേദനയൊക്കെ അവരെ അറിയിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. എന്നും ഒന്നും അറിയാതെ മക്കളെ വളർത്തിയാൽ അവർ വിചാരിക്കും മുതിർന്നു കഴിഞ്ഞാൽ എന്താ അറിയോ, ഇതെല്ലാം അച്ഛൻ്റെ അമ്മയുടെ ഉത്തരവാദിത്തമായിരുന്നു, ഇതൊന്നും ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്നുള്ള തോന്നലുണ്ടാവും. അപ്പോൾ നമ്മളോട് ചേർത്ത് പിടിച്ച് അവരെയൊക്കെ വളർത്തിയാൽ, അവർ നല്ല സൽസ്വഭാവികളായാൽ നിങ്ങൾക്ക് മാത്രമല്ല, കുടുംബത്തിന് മാത്രമല്ല, സമൂഹത്തിനും വലിയ പ്രതീക്ഷയാണ് അവർ നൽകുക. തീർച്ചയായിട്ടും ഇങ്ങനൊരു കൂട്ടായ്മ വളരെ നല്ല ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷെ ഒരു കാര്യം മാത്രമാണ് എനിക്ക് അതുകൊണ്ട് പൂർണ്ണമായിട്ടും അങ്ങോട്ട് മനസ്സിലായില്ല. അതായത് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച് MP-നെ ഏൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥികൾ വന്നപ്പോൾ, സംഘടനയുടെ ഭാരവാഹികൾ വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് എന്താ അറിയോ? സ്കൂളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ പഠിച്ച സ്കൂളിലേക്ക് അവിടുത്തെ കുറവുകൾ എന്താണ്, അവിടുത്തെ എന്താ പോരായ്മ നിങ്ങൾ ചോദിക്കുകയോ അന്വേഷിക്കുകയോ? ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് എന്നോട് വാക്ക് പറഞ്ഞ മനോജ് മാഷെ, ഇവരെ വെറുതെ വിടരുത്. കുട്ടികളെ പഠിപ്പിക്കുന്ന കായിക അധ്യാപകൻ, കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെട്ട ഒരു കായിക അധ്യാപകൻ, മാതൃകാ അധ്യാപകൻ ശ്രീ മനോജ് മാഷുള്ള പറളി സ്കൂളാണ്. അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഒരുപാട് താരങ്ങളെ
എവിടെ ഇന്ത്യൻ കായിക ലോകത്തേക്ക് സംഭാവന ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരുപാട് പാരമ്പര്യവും പൈതൃകമുള്ള സ്കൂളിൽ കൊച്ചുകുട്ടികൾ, പാവപ്പെട്ട കുട്ടികളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പാവപ്പെട്ട പണക്കാരാന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങളാൽ കഴിയുന്ന തരത്തിൽ സ്കൂളിനെ സഹായിക്കണം. MP എന്നുള്ള നിലയിൽ ഞാനും സഹായിക്കാമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പക്ഷേ ഇത് മുഴുവൻ കാര്യം എന്നെ ഏൽപ്പിക്കരുത്. ബഹറിൻകാരൻ കുറച്ച് മിടുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും കൂടെ സ്കൂളിന് എന്നോട് പറഞ്ഞു കുറെ ഫാനൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബഹ്റിനിൽ നിന്ന് വന്നിട്ടുണ്ട്. ബഹ്റിൻ കൊണ്ടുവന്നോ? വെരി ഗുഡ്. ഫോറിൻ ഫാനാണോ കൊണ്ടുവന്നത്? വെരി ഗുഡ്. അത് നല്ല കൈയടി കൊടുത്തേ. ഈ ചൂട് കാലത്ത് നമ്മുടെ പറളി സ്കൂളിലെ കുട്ടികൾ ഫാനിന്റെ കാറ്റ് കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ സന്തോഷമല്ലേ? നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഫാൻ പോലും പോയിട്ട് ഒരു വിശറി പോലും തരാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്തായാലും നമ്മുടെ കുട്ടികൾ നല്ല ഭാഗ്യമുള്ള കുട്ടികളാണ്, നല്ല അവസരമാണ്. നല്ല ശാസ്ത്ര സാങ്കേതിക പുരോഗതി, ഇൻഫർമേഷൻ ടെക്നോളജിയൊക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ പഠിക്കാൻ കഴിഞ്ഞ കുട്ടികളാണ് ഭാഗ്യവന്മാർ, അല്ലേ? അപ്പോൾ ഹതഭാഗ്യരായിട്ടുള്ള ഒരുപാട് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെല്ലാം നന്നായി വളരട്ടെ, ഈ സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന നമുക്ക് തുടരാം. ഈ കൂട്ടായ്മ 25ാം വാർഷികം മാത്രമല്ല, തുടർന്നുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾക്ക് നാട്ടിൽ വരുമ്പോൾ സ്കൂളൊക്കെ ഒന്ന് സന്ദർശിക്കുക. സ്കൂള് ഉള്ള സമയത്ത് കുട്ടികളൊക്കെ എങ്ങനെയാണ് വരുന്നത് ഒന്ന് കാണുക. എന്തായാലും സജിക്ക് കഴിയും കാര്യമായിട്ട് സംഭാവന ചെയ്യാൻ. ഇപ്പോൾ ഓൺലൈനിൽ ക്ലാസ് എടുത്തിട്ട് ഉള്ള വരുമാനം ഇൻകം ടാക്സ് അടച്ചടച്ച് മതിയായിരിക്കണം. മനസ്സിലായില്ലേ? ഇൻകം ടാക്സ് അടച്ചടച്ച് മതിയായിരിക്കും. അപ്പോൾ വരുമാനം എത്രയാണ്? നല്ല മിടുക്കത്തിയായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് രാവും പകലുമില്ലാതെ അധ്വാനിച്ചിട്ടാണ്. സർക്കാർ സർവീസിൽ ജോലി കിട്ടിയിട്ട് വേണ്ടെന്ന് വെച്ച ഒരാളുടെ വരുമാനം എന്തായിരിക്കും നിങ്ങളൊന്ന് ഊഹിച്ചാൽ മതി. വെറുതെ എന്നെ മാത്രം പറയണ്ട. അപ്പോൾ ഇവരൊന്നും മോശക്കാരല്ല. എന്തായാലും ഇത്രയും നന്നായി സംഘടിപ്പിച്ചു. കുറേ നാളത്തെ അധ്വാനമാണ് ഇത് കണക്ട് ചെയ്യുക എന്നുള്ളത്. ഒരു രേഖയില്ല. പഠിച്ച കുട്ടികളുടെ ഫോൺ നമ്പർ, അന്ന് മൊബൈൽ ഫോണും ഇല്ല. അപ്പോൾ ഈ ഫോണൊക്കെ തപ്പിയെടുത്ത് അവരെയൊക്കെ നിരന്തരം വിളിച്ച് ഇങ്ങനൊരു കൂട്ടായ്മ നടത്തി നല്ല ഒരു മാതൃക സമ്മേളനമാക്കി ഈ സിൽവർ ജൂബിലി ചങ്ങാതിക്കൂട്ടം മാറ്റിയതിന് എല്ലാ ഭാരവാഹികളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഒരു ജനപ്രതിനിധിയുടെ തിരക്ക് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ആ തിരക്കിനിടയിലും ഇത്ര മനോഹരമായി നമ്മളോട് സംസാരിച്ചു. ഒരു ചെറിയ കാര്യം കൂടെ, നാഷണൽസിൽ സമ്മാനം നേടിയ 8 കുട്ടികളെയും മനോജ് സാറേയും നമുക്ക് ആദരിക്കണം. വേദിയിലേക്ക് ഓരോരുത്തരെയായി ക്ഷണിക്കുന്നു. കുട്ടികൾ വേഗം വേഗം വരിക. ആദർശ് CP, അല്ല മനോജ് സാർ വേദി കയറും. ലാസ്റ്റ് മനോജ് സാർ. ആദർശ് CP ക്രോസ് കൺട്രി നാഷണൽസ് ഹെൽഡ് അറ്റ് ഡൽഹി 2024-25 നാഷണൽ ക്രോസ് കൺട്രിയിൽ പങ്കെടുത്ത് സമ്മാനാർഹനായ ആദർശ് CP. അടുത്തതായിട്ട് ആദിത്യ രാജ് MP. ഓരോരുത്തരായിട്ട് കയറി വരിക. യൂത്ത് നാഷണൽസ് ഹെൽഡ് അറ്റ് ബീഹാർ പാറ്റ്ന. ആദിത്യ രാജ്, കൈയടിക്കൂ കുട്ടികളെ. ആദർശ് CP ഇറങ്ങുന്നു. അടുത്തതായിട്ട് ആദിത്യ രാജ് MP. അടുത്തതായിട്ട് അഭിഷേക് CS. അഭിഷേക് സ്കൂൾ നാഷണൽസ് ബീഹാർ പാറ്റ്നയിൽ നടന്ന സ്കൂൾ നാഷണൽസിൽ പങ്കെടുത്ത് സമ്മാനാർഹനായി. അടുത്ത സാഗർ N. സ്കൂൾ നാഷണൽസ് അത്ലറ്റിക്സ് ഹെൽഡ് അറ്റ് UP. അടുത്തതായിട്ട് നിരഞ്ജൻ മഹാരാഷ്ട്രയിൽ നടന്ന സ്കൂൾ നാഷണൽസിൽ പങ്കെടുത്ത് സമ്മാനാർഹനായിരിക്കുന്നു. കൈയടിക്കൂ. കൈയടിച്ചവർക്ക് 2 ഗ്ലാസ് പായസം അധികം. ശ്രിയ CS, ഒരു കുഞ്ഞു മോളാണ് കയറി വരുന്നത്. ശ്രിയ സ്കൂൾ നാഷണൽസ് റാഞ്ചി ജാർഖണ്ഡ്. ആ കുട്ടിയെ കാണുമ്പോൾ നിങ്ങൾക്ക് കൈയടിക്കാൻ തോന്നുന്നില്ലേ? ആ ഒരു കുഞ്ഞു മോൾ എത്ര വലിയ ഉയരത്തിലാണ് എത്തിയിരിക്കുന്നത്. കൈയടിക്കൂ. സ്വാതി കൃഷ്ണൻ CK, അടുത്ത മോൾ സ്കൂൾ നാഷണൽസ് റാഞ്ചി ജാർഖണ്ഡ്. അടുത്തായിട്ട് ജ്യോതിക. 3 മിടുക്കികളും പങ്കെടുത്തിരിക്കുന്നത് ജാർഖണ്ഡിൽ നടന്ന സ്കൂൾ നാഷണൽസിലാണ്, സമ്മാനാർഹരാണ്. കേരള ടീമിന്റെ ക്യാപ്റ്റനും കൂടിയാണ് ജ്യോതിക. ജ്യോതികയ്ക്ക് നല്ലൊരു കൈയടി കൊടുക്കൂ. ഒരു പ്രാദേശികമായ ഒരു സ്ഥലത്ത് ഇത്രയും കുട്ടികളെ പഠിപ്പിച്ച് ഇത്രയും കുട്ടികളെ 1000-ലധികം കുട്ടികളെ നാഷണൽസിൽ കൊണ്ടുപോയി സമ്മാനാർഹനാക്കിയ മനോജ് മാഷയാണ് അടുത്തതായിട്ട് നമ്മൾ ആദരിക്കുന്നത്. എല്ലാവരുടെ വിജയത്തിന് പിന്നിലും ഒരു വലിയ ശക്തിയായി പ്രവർത്തിച്ച മനോജ് മാഷക്ക് ആദരവ് നൽകുന്നത് ബഹുമാനപ്പെട്ട MP ശ്രീകണ്ഠേട്ടൻ.
ഫുഡ് കഴിച്ചിട്ട് ശ്രീകണ്ഠേട്ടനും ഉപഹാരം, ശ്രീകണ്ഠേട്ടനുള്ള ഉപഹാരം തുളസി ടീച്ചറും കൂടി വേദിയിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ടീച്ചറെ വരൂ. ടീച്ചർ ഇല്ലാണ്ട് ശ്രീകണ്ഠൻ സാറെന്ന് പറയാൻ പാടില്ല, എങ്കിലും ശ്രീകണ്ഠൻ അതാ കൊടുക്കാനാണ്. രണ്ടുപേരും ചങ്ങാതിക്കൂട്ടത്തിന്റെ ഉപഹാരം ഒരു MP-യുടെ എല്ലാ തിരക്കുകളെയും ബഹുമാനിച്ചുകൊണ്ട് പറയുന്നു, ഭക്ഷണവും കൂടി കഴിച്ചിട്ട് പോയാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാവും. ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് പായസമെങ്കിലും കുടിച്ചിട്ട്. ഇത്രയും നന്നായിട്ട് കമ്പയർ ചെയ്തേനെ എൻ്റെ വക ഒരു പായസം, ഒരു ഗ്ലാസും കൂടെ കൊടുക്കണം സജിക്ക്. അടുത്തതായിട്ട് അധ്യാപകരെ അനുമോദിക്കാനായി രേണുക ടീച്ചറെ ക്ഷണിക്കുന്നു. ശ്രീല ടീച്ചർ. ശ്രീല ടീച്ചർ നമ്മളോട് 2 വാക്ക് സംസാരിക്കും. ഈ വൈകിയ വേളയിൽ ഒന്നും പറയാനില്ല. സന്തോഷം സന്തോഷം സന്തോഷം. നിങ്ങളുടെ മുഖത്ത് ഈ ചിരി എപ്പോഴും ഉണ്ടാവട്ടെ. എൻ്റെ മക്കൾ ചോദിച്ചു, ഇന്ന് എവിടേക്കാ അമ്മ? നിൻ്റെ കുട്ടികൾ വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പോയില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വേറെ കുട്ടികളാണ് വിളിച്ചത്. പിന്നെ കൂട്ടുകാർ ചോദിച്ചു, ഇന്ന് നന്നെ കണ്ടതേ ഇല്ലല്ലോ. അന്ന് ഞായറാഴ്ച ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ കുട്ടികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആഴ്ച നീ പോവുകയാണ്. നനക്കെന്താ തിരക്ക്? അപ്പോൾ എൻ്റെ കുട്ടികളുടെ മുമ്പിൽ, എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ, എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ ഒക്കെ എനിക്ക് അഭിമാനിക്കാനും സന്തോഷിക്കാനും തന്ന ഈ നിമിഷങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ കുട്ടികൾ ഇത്രയും വലുത് നിലകളിൽ എത്തിയെന്ന് കേൾക്കുമ്പോൾ എനിക്കതിലും സന്തോഷം. ഒരു ടീച്ചർക്കല്ലാതെ വേറെ ആർക്കും ഇങ്ങനത്തെ അഭിമാന നിമിഷങ്ങൾ ഉണ്ടാവില്ല, അത് തീർച്ചയാണ്. ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. അടുത്തതായിട്ട് സരസ്വതി ടീച്ചർ വേദിയിലേക്ക്. അടുത്തതായിട്ട് ഉഷ ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് നിർമ്മല ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിർമ്മല ടീച്ചറാണ് വേദിയിൽ, നല്ലൊരു കൈയടി കൊടുക്കൂ. അടുത്തതായിട്ട് നൂർജഹാൻ ടീച്ചർ. നൂർജഹാൻ ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാരങ്ങൾ നൽകുന്നത് മുഖ്യാതിഥി ബിന്ദു കൃഷ്ണയാണ്. അടുത്തതായിട്ട് നൂർജഹാൻ ടീച്ചറാണ് വേദിയിലേക്ക് വരുന്നത്. നൂർജഹാൻ ടീച്ചർക്ക് ഒരു നല്ല കൈയടി കൊടുത്തേ. അടുത്തതായിട്ട് രാജലക്ഷ്മി ടീച്ചറെ വിളിക്കുന്നു. രാജലക്ഷ്മി ടീച്ചറെ ക്ഷണിക്കുന്നു. ചുരിദാറിട്ട് ചുറുചുറുക്കോടെ വരുന്ന നമ്മുടെ സുന്ദരി ടീച്ചർ. പ്രസന്ന ടീച്ചർ, പിന്നെ ഒരാളെയും കൂടി ഉണ്ട്. അടുത്തതായിട്ട് പ്രസന്ന ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രസന്ന ടീച്ചറോടൊപ്പം രജനി ടീച്ചർ കൂടി വേദിയിലേക്ക് വരണം. നമ്മുടെ പ്രോഗ്രാം ഇത്തിരി ലേറ്റ് ആയതുകൊണ്ടാണ്. ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്. രജനി ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാ അധ്യാപകരെയും ആയി എന്നാണ് തോന്നുന്നത്, അങ്ങനെ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഇത്രയും സമയം ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ഒരാളെ ചോദിച്ചാൽ നമ്മുടെ മുഖ്യാതിഥിയാണ്. കാരണം ഞാൻ അവിടെ ഇരുന്ന് വായ കൊണ്ടാണ് വാചക കസർത്തെങ്കിൽ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു, ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു. നിറഞ്ഞ കയ്യടികളോടുകൂടി മുഖ്യാതിഥിയെ സ്വാഗതം ചെയ്യുന്നു. 1:30 വിശപ്പാണ്, പിള്ളേരൊക്കെ പോയി തുടങ്ങിയത്. വേദിയിലെ വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട അധ്യാപകർ, ചങ്ങാതിക്കൂട്ടത്തിലെ എല്ലാ സുന്ദരികളും സുന്ദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അത്യാവശ്യം ക്ഷമയുള്ള ആളാണ്, അതിലും കൂടുതൽ ക്ഷമയോടുകൂടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ അനിയത്തിയാണ് ജയന്തി. അപ്പോൾ ജയന്തിയിലൂടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വാട്സാപ്പ് ത്രൂ ഞാൻ എന്നും കാണാറുണ്ട്. സോ ഇതിൽ നിങ്ങളെടുത്ത എഫേർട്ട് എത്ര മാത്രമാണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും ഈ പറയുന്ന പോലെ കുടുംബം തന്നെ മറന്ന്, ജോലി മറന്ന് ചങ്ങാതിമാർക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാനും അതിൻ്റെ ഭാഗമാവണ്ടേ? അതല്ലേ അതിൻ്റെ നന്മ അല്ലേ?
എല്ലാവരും വിശന്നത് കൊണ്ടാണോ സംസാരിക്കാത്തത്? ആങ്കർ എത്ര ഒച്ചത്തിൽ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. അപ്പോൾ എല്ലാവരും പഴയ കാലത്തിലേക്ക് പോയി അനുസരണയില്ലാത്ത കുറേ ബാക്ക് ബെഞ്ചേഴ്സ് ആയിട്ട് മാറിയിരുന്നാണ് എനിക്ക് തോന്നിയത്. ഒരു അനുസരണയില്ല. പക്ഷെ അങ്ങനെ ആവരുത് കേട്ടോ, കാരണം അത്ര എഫേർട്ട് ഇവർ എടുക്കുന്നുണ്ട്. നിങ്ങളാൽ കഴിയുന്ന സഹായം എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ വേദിയിലിരിക്കുക, അവർ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതിനുവേണ്ടി ഒരുക്കിയ ഒരു വേദിയാണല്ലോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമാണ് ഇതുപോലെയുള്ള പ്രോഗ്രാമിൻ്റെ വിജയം. ഞാനൊരു അതിഥിയായിട്ടല്ല സംസാരിക്കുന്നത്, നിങ്ങളൊരു ചേച്ചിയായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ കാര്യം പറഞ്ഞത്. കാരണം ഞാൻ കോട്ടായിൽ 98 ബാച്ചിൽ പഠിച്ച ആളാണ്. അപ്പോൾ ഞങ്ങൾക്കും ഉണ്ട് ഒരു കൂട്ടായ്മ, അതിന് പേരൊന്നുമില്ല, എ ബാച്ച്, 98 ബാച്ച്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഇതുപോലെ ഒത്തുകൂടാൻ ഞങ്ങൾ വർഷങ്ങളായി പ്ലാൻ ചെയ്യുന്നു. ഇതുവരെ നടന്നിട്ടില്ല. ഞങ്ങൾക്കുണ്ടായിരുന്ന ഗ്രൂപ്പും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മരവിച്ച് കിടക്കുകയാണ്. സത്യം ആരും ആക്റ്റീവില്ല, എല്ലാവരും തിരക്കാണ്. അപ്പം നിങ്ങളും അതുപോലെ തിരക്കുള്ള ആൾക്കാരാണ്. ഇപ്പം നിങ്ങളുടെ സഹപാഠി 2 ദിവസത്തെ ലീവിന് വേണ്ടി ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ, അപ്പം നിങ്ങളൊക്കെ ഈ ചങ്ങാതിമാർക്ക് കൊടുക്കുന്ന വാല്യൂ ആണ് അതിൽ ഞാൻ കണക്കാക്കുന്നത്. കാരണം നമുക്കൊക്കെ ചങ്ങാതിമാരെല്ലാവരും പ്രിയപ്പെട്ടവരാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഒരു എഫേർട്ട് ഇടുന്നില്ല. നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ചങ്ങാതിമാരെ കാണാനും നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ഒരിക്കൽ കൂടി കാണാനും അവരുടെ ഒരു ഗുരുത്വം, അതൊന്നുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും ഇന്ന് ഏതെങ്കിലും നിലയിൽ അത്യാവശ്യം നന്നായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഇവരുടെയൊക്കെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അത് നമ്മുടെ തലമുറയ്ക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് കിട്ടിയിട്ടില്ല. കാരണം ഒരടി അടിച്ചാൽ കംപ്ലൈൻറ്റുമായിട്ട് രക്ഷിതാക്കൾ സ്കൂളിലേക്ക് പോവാണ് അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് ആർക്കും അധ്യാപകരെ വിലയില്ല. ഇപ്പം ഞാൻ എൻ്റെ മോൻ്റെ ടീച്ചറെ അടുത്ത് പോയിട്ട് ടീച്ചർ എന്തെങ്കിലും ആവശ്യമില്ല അടിച്ചോളൂ, അയ്യോ മാം പേടിയാണ്, കാരണം കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അത്രയും പേടിച്ചാണ് നമ്മുടെ കുട്ടികളുടെ അടുത്ത് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെയൊക്കെ ബാല്യം അതാണോ? ആണോ? അല്ല. ഇപ്പോൾ ഇതാ നേരത്തെ ഒരടി കിട്ടിയൊരു കണക്ക് ഇവിടെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ നല്ല ഓർമ്മകളാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ഈ ഒരു ചങ്ങാത്തം അല്ലെങ്കിൽ നമ്മുടെ ആ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ നമുക്ക് ഓരോ വർഷം കഴിയുന്തോറും വീഞ്ഞ് പഴകുമ്പോൾ അതിൻ്റെ രുചി നന്നാവും എന്ന് പറയുന്ന പോലെയാണ് അതിൻ്റെ മാധുര്യം കൂടിക്കൊണ്ടിരിക്കും അല്ലേ? നിങ്ങൾക്കൊക്കെ അതന്നെയല്ലേ അഭിപ്രായം? ഞാൻ സാധാരണ എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യാൻ, ഇവിടെ ഒന്നും പ്രിപ്പയർ ചെയ്ത്, കാരണം ഒരുപാട് ഞാൻ കേട്ടും ജയന്തിയിലൂടെയും ഒക്കെ ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം അറിയുന്നുണ്ട്. അതിലെടുത്ത് പറയേണ്ട കാര്യമാണ് നിങ്ങൾ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഇപ്പം നമുക്ക് എല്ലാവർക്കും പല വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്കത് ഷെയർ ചെയ്യാൻ ആളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ? ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയാസിലൊക്കെ കേൾക്കാം പല പല പ്രശ്നങ്ങൾ നടക്കുന്നു, നമ്മളെ കേൾക്കാൻ ഒരാരില്ല. ഇപ്പം നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ഭാഗ്യം ഇത്രയും നല്ല ചങ്ങാതിമാരുള്ളതാണ് അല്ലേ? നമ്മുടെ കുടുംബത്തിൻ്റെ മുന്നിലായാലും എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ചങ്ങാതി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് വലിയൊരു ബലമല്ലേ? എത്രയോ വലിയ സമ്പത്തിനേക്കാളും വലിയ ബലമാണ് നമ്മളെ കേൾക്കാൻ നമ്മുടെ ചങ്ങാതിമാരൊപ്പം ഉണ്ടാവുക എന്ന്. കാരണം അന്ന് പലപ്പോഴും നമ്മൾ മിണ്ടാൻ പേടിച്ച് അല്ലെങ്കിൽ സംസാരിക്കാനും ഒന്ന് കാണാനൊക്കെ പേടിച്ചിരുന്ന ആൾക്കാർ ഇന്നിപ്പോൾ ഭയങ്കര ഫ്രീ ആയിട്ട് എന്തിനേതും നമ്മുടെ സഹോദരന്മാരെ പോലെ. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് 2 ആൺകുട്ടികളാണ്. അപ്പോൾ അവർക്ക് ടീനേജേഴ്സാണ്. അപ്പോൾ അവർക്ക് ഈ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് പേടിയാണ് ഒരു പെൺ സുഹൃത്ത് എന്നൊക്കെ പറയുമ്പോൾ. അപ്പം ഞാൻ റോൾ മോഡലായിട്ട് എൻ്റെ സുഹൃത്തുക്കളെയാണ് കാണിച്ചു കൊടുക്കാറുള്ളത്. കണ്ടില്ലേ, അമ്മയുടെ സുഹൃത്തുക്കളെ ഇപ്പോഴും കണ്ടില്ലേ, എൻ്റെ സഹോദരന്മാരെ പോലെ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഒരു ആണും പെണ്ണും എന്ന് പറയുമ്പോൾ അതിൽ പ്രേമമോ പ്രണയം മാത്രമല്ല, നല്ല സുഹൃത്തുക്കളാവാൻ പറ്റും എന്ന് നമ്മൾ മാതൃക നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ആൾക്കാരായിരിക്കണം അല്ലേ? നമ്മൾ ഉപദേശിക്കുന്നത് നമ്മുടെ മക്കൾക്ക് ഇഷ്ടമല്ല, നമ്മൾ എന്താണോ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നത് അതാണ് അവർ കണ്ടുപഠിക്കുക. അപ്പോൾ ചങ്ങാതിക്കൂട്ടം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ് ഈ ഒരു ഗ്രൂപ്പ്. അതിൻ്റെ സിൽവർ ജൂബിലിയാണ് ഇവിടെ ആഘോഷിക്കുന്നത്, അതിൻ്റെ ഗോൾഡൻ ജൂബിലിയും ആഘോഷിക്കണം. അതിൻ്റെയും ഒരു ഭാഗമാവാൻ ഈ സംഘാടകരും നിങ്ങളും എന്നെ ക്ഷണിക്കും എന്ന് ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ സ്നേഹവും സന്തോഷവും എന്നും ഉണ്ടാവട്ടെ, നിങ്ങളുടെ ഈ ചങ്ങാത്തം എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു, ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് മാനേജർ കണ്ണേട്ടൻ 2 വാക്ക് സംസാരിക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇവിടെ ഈ സ്കൂളിൽ പല കാലങ്ങളിലായി ഓരോ വിദ്യാർത്ഥികൾ ഓരോ കൊല്ലവും വരുന്നത്.
അപ്പോൾ എനിക്കും തോന്നി ഞങ്ങളുടെ പൂർവ്വവിദ്യയിൽ സംഘടിപ്പിച്ചാലോ എന്ന്. എനിക്ക് കിട്ടിയത് 5 ആൾക്കാരാണ്. എൻ്റെ പേരിൽ കിട്ടിയത് 5 പൂർവ്വ വിദ്യാർത്ഥികളാണ് എനിക്ക് കിട്ടിയത്. ഞാൻ അമ്പലത്തിൽ പോയി. ഞാൻ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തണമെങ്കിൽ ചുരുങ്ങിയ കുറച്ച് ആളുകൾ പറയും. അവരെല്ലാവരും ഈ ലോകത്തില്ല. ഇപ്പം 3-4 ആൾക്കാരേ ഉള്ളൂ. ഇത് കാണുമ്പോൾ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. ആരെയും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തോ ഈശ്വരൻ്റെ നിയോഗം ഈശോൻ്റെ നിയോഗം എനിക്ക് ഞാനിതിന് മാനേജറായിപ്പോയി. എന്നാൽ കഴിയുന്ന മുഴുവൻ ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അടുത്തത് നമ്മൾ രേണുക ടീച്ചറെ അനുമോദിച്ചല്ല. ഇവിടെ എല്ലാ ആളുകളൊന്ന് ഇവിടെ ശ്രദ്ധിച്ചിട്ടേ രേണുക ടീച്ചറെ അനുമോദിക്കുകയാണ്. രേണുക ടീച്ചറിനെ ബിന്ദു ചേച്ചി അനുമോദിക്കും. നല്ലൊരു ക്ലാപ്പ് കൊടുക്കേ. അപ്പോൾ കണ്ണപ്പേട്ടനെ നമ്മൾ അനുമോദിക്കുകയാണ് ബിന്ദു ചേച്ചി, നമ്മുടെ മാനേജർ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ മാനേജറിനെ അനുമോദിക്കുകയാണ് ബിന്ദു ചേച്ചി. നല്ലൊരു ക്ലാപ്പ് കൊടുക്കേ. നമ്മളിഞ്ഞ് നമ്മുടെ ബിന്ദു ചേച്ചി ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച ഒരുപാട് നമ്മളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരൊരു ആക്ട്രസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്ന പോലെയല്ല. ഇങ്ങനത്തെ എല്ലാ നമ്മളെ ഒരുവനായിട്ട് നമ്മുടെ കൂടെ നിന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ പരിപാടിക്ക് വന്നു, ഇപ്രാവശ്യം വന്നു. വളരെ സന്തോഷം. നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ കൂടെ വരാം എന്ന് ഇങ്ങോട്ട് പറഞ്ഞ് നമ്മളെ വിളിക്ക് കാത്തു നിന്ന ചേച്ചിയാണ്. അപ്പോൾ ബിന്ദു ചേച്ചിയെ സ്നേഹാദരൂപം ചങ്ങാതിക്കൂട്ടം അനുമോദിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക ചേച്ചിക്ക്. ബിന്ദു ബാബ വരും. ഫൈസൽ, സതീഷ്. തുടർന്ന് നമ്മുടെ 50-ാം വാർഷികത്തിനും ചേച്ചി വരണം. ഞാനൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. താങ്ക് യു. അപ്പോൾ ഇനി ലഞ്ച് ഭക്ഷണത്തിനുള്ള ബ്രേക്കാണ്. ദയവ് ചെയ്ത് നമ്മുടെ വലിയൊരു പരിപാടി ബാക്കിയാണ്. ഫോട്ടോ എടുത്തിട്ടില്ല. അധ്യാപകർ പലരും തിരക്ക് കൊണ്ട് പോയിട്ടുണ്ട്. ഫൈസൽ അതൊക്കെ വെട്ടി ഒട്ടിച്ച് ഞങ്ങൾക്ക് റെഡിയാക്കി തരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കുട്ടികൾ ദയവ് ചെയ്ത് പോരുത്. നമ്മുടെ വലിയ മെയിൻ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അധ്യാപകർ ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കുട്ടികൾ ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കും ഭക്ഷണം കഴിക്കാം. ലഞ്ച് ബ്രേക്കാണ്.